പേരൻസിന്റെ ഒരു പ്രധാന പേടി സ്വപ്നമാണ് കുട്ടികൾ സാധാരണ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങുന്നത്. വെജിറ്റബിൾ പീസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സിന്റെ പീസസോ അല്ലെങ്കിൽ അവരുടെ കളിപ്പാട്ടങ്ങളോ കോയിനോ ബാറ്ററീസോ ഒക്കെ അല്ലെങ്കിൽ ബോട്ടിൽ ക്യാപ്സ് ഇതൊക്കെ ഇട്ട് കുട്ടികൾ സാധാരണ തൊണ്ടയിൽ ഇട്ടിട്ട് കുടുങ്ങി അപകടകരമായ അവസ്ഥയിൽ കൂടെ കടന്നു പോകാറുണ്ട്. ഇതിന് നമുക്ക് എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ്സ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം? ഒന്നാമത്തെ കാര്യം തന്നെ അങ്ങനെ ഒരു കുട്ടിയെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നത് നിർത്തും, അല്ലെങ്കിൽ ചെറുതായിട്ട് ചുമയ്ക്കും, അല്ലെങ്കിൽ ചോക്കിങ് എപ്പിസോഡ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ സൈനോസിസ് എന്ന് പറയും, അതായത് കളർ മാറി ചെറിയൊരു നീല നിറത്തിലേക്ക് ആകാൻ തുടങ്ങും. പാനിക് ആകേണ്ട, ഉടനെ തന്നെ നമ്മൾ ആക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ കുട്ടി ഇപ്പോൾ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ കുട്ടിയെ നമ്മുടെ കൈത്തണ്ടയിൽ കമത്തി കിടത്തുക. എന്നിട്ട് മറ്റേ കൈയുടെ പത്തി കൊണ്ട് നന്നായിട്ട് 2 ഷോൾഡർ ബ്ലേഡിന്റെ ഇടയിലായിട്ട് നല്ല രീതിയിൽ ത്രസ്റ്റ് കൊടുക്കുക. അപ്പൊ ആ ഫോഴ്സ് കൊണ്ട് തന്നെ ഫോറിൻ ബോഡി പുറത്തേക്ക് വരണം. ആ രീതിയിലുള്ള ത്രസ്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈയിട്ട് മാക്സിമം എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് കൂടുതൽ അപകടങ്ങളിലേക്ക് ക്ഷണിച്ചു വരിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഫോറിൻ ബോഡി കൂടുതൽ ഉള്ളിലേക്ക് കയറി പോകാനും സാധ്യതയുണ്ട്. കുറച്ചുകൂടെ വലിയ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ ഹെയിംലിക് മാനുവർ യൂസ് ചെയ്യാവുന്നതാണ്. അതായത് കുട്ടിയുടെ പുറകിൽ പോയിട്ട് 2 കൈകളും കൊണ്ടും കുട്ടിയുടെ പൊക്കിളിന്റെ മുകളിലാക്കി പിടിച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കെയർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബട്ടൺ ബാറ്ററീസ്, ചെറിയ ബാറ്ററീസ് ഉണ്ട്. അതായത് നമ്മൾ വാച്ചിലൊക്കെ ഇടുന്ന പോലത്തെ ചെറിയ ബട്ടൺ ബാറ്ററീസ്, അത് ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത് ടിഷ്യൂ ആയിട്ട് കോണ്ടാക്ട് വന്ന് അവിടെ ബേൺസ് ഉണ്ടാകും. നമ്മുടെ ആമാശയത്തിലും കുടലിലും ഒക്കെ അത് ഹോൾ ഉണ്ടാക്കിയിട്ട് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കണ്ടീഷൻ വരാൻ സാധ്യതയുണ്ട്. ബട്ടൺ ബാറ്ററിയാണ് വിഴുങ്ങിയെന്ന് സംശയം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ്.